ഏതായാലും പുതിയ കണ്ണുമായിട്ട് പുതിയ ലോകത്തൊക്കെ ഇറങ്ങല്ലേ. ഒരു പുതിയ ഗാഡ്ജറ്റ് കൂടി നമ്മുടെ കയ്യിലുണ്ട്. DJI Osmo 360. എന്തുകൊണ്ട് Insta360 ഉപയോഗിക്കാതെ DJIയിലേക്ക് മാറിയെന്നുള്ള. നമ്മളെ സമയത്തുള്ള ബ്ലോഗ് ചെയ്യാനൊന്നും വലിയ സമയമൊന്നും ഉണ്ടാവില്ല. നമുക്ക് ചിലപ്പോൾ നമ്മൾ അധ്യാപകരൊക്കെ കണ്ടാൽ ഓരോടുള്ള പഴയ കാര്യങ്ങൾ, തറവാട്ടിലുള്ള ആൾക്കാരൊക്കെ കണ്ട ഓരോ പഴയ കാര്യങ്ങൾ, ഈ നൊസ്റ്റാൾജിയൊക്കെ അങ്ങനെ കണ്ട കുട്ടികളൊക്കെ കണ്ട പോലെ കൂടെ പാട്ട് പഠിപ്പിക്കുക, ഇതൊക്കെ ചെയ്യലൊരു ഹോബിയാണ്. അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങൾ ചെയ്തു വെക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ ഓർമ്മകളാണ്. ഇപ്പോൾ ഞങ്ങൾ ബാച്ചിൻ്റെ സംഗമമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള, അവിടെ ഉപയോഗിക്കാനെന്നല്ല, അങ്ങനെ പല കാര്യങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാം. അപ്പം ഇത് രണ്ടാളും അപ്പുറം അപ്പുറം വെച്ചിട്ട് നമ്മൾ DJIൻ്റെ മൈക്കൊക്കെ ഉണ്ടല്ലോ, ഈ രണ്ട് മൈക്ക് രണ്ടെണ്ണം കണക്ട് ചെയ്യുക. ഒരാളെവിടെ ഒരാൾ അപ്പുറം വെച്ചാലൊക്കെ സംസാരിക്കാൻ എളുപ്പമാണ്. Insta360 ആ ഒരു ഫീച്ചേഴ്സൊന്നും അധികമല്ല. പിന്നെ ഒരു സുഖം എന്ന് പറഞ്ഞാൽ, ഇത് ഞാൻ ക്രിയേറ്റർ കോംബോ ആണ് വാങ്ങിയത്. അതിൽ ബാറ്ററി 2 എക്സ്ട്രാ ഉണ്ട്. ഇതിലൊന്ന് പൊളിച്ച് നോക്കട്ടെ കേട്ടോ. ഓക്കെ, ഇതിങ്ങനെ പൊളിക്കാൻ പോവുകയാണ്. നമ്മൾ ഏതായാലും അധികം എഡിറ്റിങ്ങിനൊന്നും ഇപ്പോൾ നമുക്ക് പണ്ടതുപോലെ സമയം കണ്ട് റെസ്റ്റ് പീരീഡും കൂടി കഴിഞ്ഞിട്ടല്ലല്ലോ. അപ്പോൾ എന്താണ്, ഓക്കെ, ഇതെടുക്കുമ്പോൾ നമുക്ക് ഇതിലിതാ ഒരു ചെറിയ പാക്കറ്റ് കാണുന്നുണ്ട്. എന്താണെന്ന് നോക്കാം. യെസ്, നമുക്ക് നമ്മുടെ എന്തോ ഒരു ക്യൂട്ട് ഒരു കുഞ്ഞു ക്യാമറ നമ്മൾ തുറക്കുകയാണ്. യെസ്, ഇതാണ് നമ്മളെ കുഞ്ഞു ക്യാമറ. വളരെ വെയ്റ്റ്ലെസ് ആണ്. അവിടെ ഡിസ്പ്ലേ ഉണ്ട്, പുറപ്പ് 2 ക്യാമറ ഉണ്ട്. ഇതിന് കവർ ഇട്ടിട്ട് മാത്രമേ നമ്മൾ എടുക്കുള്ളൂ, കാരണം കവർ ഇവിടെ അടിഞ്ഞ് വരുന്നില്ലെങ്കിൽ ഇവിടെ സ്ക്രാച്ച് വീഴും. ഇതിൻ്റെ ഇൻവിസിബിൾ സെൽഫി സ്റ്റിക്ക് എന്നാണ് പറയാം. ഇൻവിസിബിൾ സെൽഫി സ്റ്റിക്ക്. ഇത് നമ്മളിവിടെ വെച്ചാൽ ഈ സാധനം കാണൂല, മനസ്സിലായില്ല. ഈ സ്റ്റിക്ക് ഇവിടെ ഉള്ളത് നമ്മൾ കാണൂല. അപ്പോൾ നമുക്ക് അപ്പുറപ്പുറം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ നമുക്കിങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും. ഇതാണ് ഇൻവിസിബിൾ സെൽഫി സ്റ്റിക്ക്. അത്യാവശ്യം ലെങ്തി ആയിട്ട് നീളം ആണ്. അടിയിൽ നല്ല കട്ടിയുണ്ട്. ഇവിടെ നമുക്ക് ട്രൈപോഡ് ഘടിപ്പിക്കാം. ഇത് തുറന്ന് നോക്കുമ്പം ഇതിനകത്ത് ഇത് ഒരു പവർ നമുക്ക് ബാറ്ററി ആയിട്ട് അതിനകത്ത് എക്സ്ട്രാ ക്രിയേറ്റർ കോംബോ ആണ്. അപ്പോൾ നമുക്കിങ്ങനെ എപ്പോഴും ചാർജ് ചെയ്ത് വെക്കാനൊന്നും സമയം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതിനകത്ത് 3 ബാറ്ററികളുണ്ട്. 3 ബാറ്ററി എത്ര ഷൂട്ട് ചെയ്താലും തീരൂല. പിന്നെ ഇതിനകത്ത് ഇൻബിൽഡ് മെമ്മറി കാർഡ് വേറെ ഉണ്ട് കേട്ടോ. എന്നാലും ഞാനൊരു മെമ്മറി വെക്കും. ഇത് നല്ലൊരു പൗച്ച്, നല്ല അടിപൊളി പൗച്ച്. ക്യാമറ ഇതിനകത്ത് വെക്കാൻ പറ്റിയ നല്ലൊരു ഗംഭീര പൗച്ച്. USB-C കേബിളുണ്ട്. സ്റ്റിക്കിലേക്ക് കണക്ട് ചെയ്യാനുള്ള സാധനമാണത്. ഓക്കെ, ഇതിവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യാം. ഓക്കെ, ഡയറക്റ്റ് വേണം അങ്ങനെയും വെക്കാം. ഇങ്ങനെയാണ് ഇപ്പോൾ സംഭവം ഉണ്ടാവുക. നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു മുകളിലിടാൻ വേണ്ടിയിട്ടുള്ളൊരു കുപ്പായുണ്ട്. അതെപ്പോഴും ആവശ്യമാണ്. ഈ 360 ക്യാമറകൾക്ക് പ്രത്യേകിച്ച് അത് ആവശ്യമായി. നല്ലൊരു ഇതുണ്ട്. ഇതിവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിവിടെ ഇങ്ങനെ കവർ ചെയ്ത് നിന്നോളും.